ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ രാവിലെ എണീച്ചപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു കാഴ്ചയൊക്കെ കണ്ട് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സോ വെൽക്കം ടു മൈ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അങ്ങനെ രാവിലെ എണീച്ച് എൻ്റെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. കഴിച്ച പാത്രം കൈയോടനെ തന്നെ കഴുകി വെച്ചതിന് ശേഷം അടുത്ത പരിപാടിയുണ്ട്. നമുക്ക് ലേറ്റായിട്ടാണ് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈയോടെ ഞാൻ മീനിനെ ഒന്ന് വയ്ക്കാമെന്ന് കരുതി. കൊഞ്ചായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊഞ്ചിന് വേണ്ടി തക്കാളിയും ചെറിയുള്ളിയും മുളകൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലിതാ ഈ ഒരു മുളക് കണ്ടിട്ടുണ്ടോ? ഇതിനിവിടെ പറയുന്നത് ജിമ്മിക്ക കമ്മൽ മുളകെന്ന. കാരണം ജിമ്മിക്ക കമ്മൽ പോലെയാണ് ഇരിക്കുന്നത് ഈ മുളക് വന്നിട്ട്. അപ്പം ഞാൻ വറുത്തരച്ചല്ല കേട്ടോ വയ്ക്കുന്നത്. സാധാ നോർമൽ നമ്മൾ മീൻ കറി വയ്ക്കത്തില്ല, അതുപോലെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇനി കൊഞ്ചൊക്കെ വൃത്തിയാക്കി മീൻ കറിയൊക്കെ വച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ എൻ്റെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഫ്രഷ് ആയതിന് ശേഷം ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വർക്കിന് ഇരിക്കണം, അതോടൊപ്പം തന്നെ വർക്കിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും കൂടെ ഉണ്ടാകും. വർക്കിന് ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എഡിറ്റും കൂടെ ചെയ്യാറ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഹെയർ ബാൻഡ് ബിസിനസ്സൊക്കെ മുന്നേ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ നമ്മൾ കിളിക്കൂട്ടിൽ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു കിളീനെ എല്ലാവരും കൂടി ഇട്ട് കൊത്തുന്നുണ്ടായിരുന്നു. എൻ്റെ കാല് ശകലം വയ്യായിക ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ കുറച്ച് നേരം അകത്ത് വെച്ച് കുറച്ച് നേരം നിർത്തിയതിന് ശേഷം മരുന്നും കാര്യങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കൊണ്ട് കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് അതാ എൻ്റെ അമ്മയും തക്കിട്ടും കൂടെ വരുന്നത് കണ്ടത്. അമ്മ വരുന്ന വഴിക്ക് തക്കിട്ടുവിനെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ടുവന്നു. അപ്പം കുറേ പേരെങ്കിലും തക്കിട്ടു ആരാന്ന് അറിയാമായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. തക്കിട്ടു എൻ്റെ നീസാണ്, എൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. തക്കിട്ടുൻ്റെ ഒഫീഷ്യൽ നെയിം അൻവി എന്നാണ്. ഞാൻ ഇട്ടയ്ക്കുന്ന പേരാണ് കേട്ടോ തക്കിട്ടു എന്ന്. സത്യം പറഞ്ഞാൽ നീസിനുപരി എൻ്റെ ഒരു സിസ്റ്ററാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി കുട്ടിയാണ് തക്കിട്ടു. എനിക്ക് അങ്ങനെ പറയുന്നത് തന്നെയാണ് ഇഷ്ടം. കൊച്ചിയുടെ പേര് പാവു. മക്കളെ പേരെന്താ? വീട്ടിൽ വിളിക്കണ പേര് തക്കിട്ടു. അപ്പച്ചിയുടെ തക്കിട്ടു ആണോ? എനിക്ക് ഉമ്മ തരോ? അപ്പോഴാണ് അനീഷേൻ്റെ വീട്ടിലിതാ ഈ ഒരു മുന്തിരി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞൊന്ന് പറിച്ചു തരാൻ. എൻ്റെ വീട്ടിലിത് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്ര ഭയങ്കര ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഉള്ള ടൈമിൽ അതിൻ്റെ വില മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ മുന്തിരിയൊക്കെ പറിച്ച് ഞാൻ തക്കിട്ടും കൂടെ കുറച്ച് നേരം കിളിക്കുട്ടന്മാരെടുത്ത് ചെന്നിരുന്നു. അപ്പം അതേപോലെ തക്കിട്ടുവിന് കുറേ ഡൗട്ടുകളും വരാറുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും തക്കിട്ടും പോയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ലഞ്ച് ടൈമാണ് കേട്ടോ. അപ്പം നല്ല കത്രിക്ക വറുത്തതും ഒഴിച്ചുകൂട്ടാനും കൊഞ്ച് കറിയും അവിയലും കൂട്ടി നല്ലൊരു ലഞ്ചായിരുന്നു കേട്ടോ. ഇപ്പം എല്ലായിടവും മഴയാണല്ലേ. ഇവിടെയും നല്ല മഴയാണ്. ആദ്യം നല്ല വെയിലായിരുന്നു. ഇത്തിയൊന്ന് മഴ പെയ്യാൻ കാത്തിരുന്നു. ഇപ്പം മഴ പെയ്തപ്പോൾ ഇത്തിയൊന്ന് മഴ തോരാൻ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈവനിങ് ആയപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് താൽക്കാലികം മാത്രമാണ്, എപ്പോൾ വേണമെങ്കിലും മഴ എടുത്ത് പെയ്യാം. അപ്പോൾ എൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി കിളിക്കുട്ടന്മാരെടുത്തും അതുപോലെ തന്നെ ചെടിക്കുട്ടന്മാരെടുത്ത് ചെന്നിരിക്കാറുണ്ട് കേട്ടോ. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചില ടൈമിൽ തോന്നുന്ന ടൈമിലൊക്കെ പുറത്തൊക്കെ ചെന്ന് ഇറങ്ങി നിൽക്കാറുണ്ട് കേട്ടോ. അതിന് എനിക്ക് കുറച്ചധികം മുല്ലമൊട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് അടുത്തുള്ളൊരു ആൻറ്റി കുറച്ച് മുല്ലപ്പൂവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഞാൻ പറിച്ചത് കൊണ്ട് കെട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുല്ലപ്പൂ കെട്ടുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുകയാണെ ഞാനിവിടെ ആയിക്കാട്ടി കൊടുത്തേക്കാവേ. സിമ്പിളായിട്ട്, ഒട്ടും കെട്ടാൻ അറിഞ്ഞിടാത്തവർക്ക് സിമ്പിളായിട്ട് കെട്ടുന്ന മെത്തേഡാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഭയങ്കര കാറ്റാണല്ലോ. അങ്ങനെ കാറ്റത്തതാ നമ്മളുടെ നല്ലൊരു ചെടി ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. ശരിക്കും പൂവുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നല്ല രസമുള്ള പൂവാണ്. പിന്നെ ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്. വിളക്ക് എത്തിക്കാനുള്ള നേരമായി. അങ്ങനെ അതിന് വേണ്ടി പൂ പറിക്കണതാണ് കേട്ടോ. അങ്ങനെ നിലവിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം
നമ്മളൊരു 8 മണി കഴിഞ്ഞ ടൈമിൽ ചർച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ വീട്ടിൽ ചെന്ന് നാളത്തേക്കുള്ള എല്ലാ കലാപരിപാടികളും ഒരുക്കിയതിന് ശേഷം ഫുഡ് അടിക്കായിരുന്നു കേട്ടോ. വേറെ സ്പെഷ്യൽ ഒന്നുമില്ലായിരുന്നു, ഉച്ചയ്ക്കത്തെ സെയിം കറികൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഗ്രേപ്പ് ജ്യൂസും കൂടെ കുടിച്ച് ഇന്നത്തെ എൻ്റെ ഒരു ഡേ വൈൻഡ് അപ്പ് ആണ് കേട്ടോ. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും കൂടെ ഒന്ന് വീഡിയോ കോൾ വിളിക്കും കേട്ടോ. എൻ്റെ ബ്രദർ നാട്ടിലില്ലല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരെയും കൂടെ വീഡിയോ കോൾ വിളിക്കും. പിന്നെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ചെന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം. ടാറ്റാ. ഞാൻ ഉമ്മ തരട്ടാ.